എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫാമിലിയെ പരിചയപ്പെടാം. ഞാൻ സ്വാഗതം ചെയ്യുന്നു ബാംഗ്ലൂർ മല്ലു. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇറക്കാന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ ഒരാളെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് RDXല് നീരജ് മാധവോ? മോന്റെ ആ ഒരു എൻട്രിയില് സ്വാസിക്ക് ഒരു 2-3 അടി പുറകോട്ട് അറിയാതെ ഞാൻ പോയി. ഇതെന്താണ് ശരിക്കും? എനിക്ക് അറിയാം, എന്നാലും ഇത് നൻചക്കാണ്. ഇത് മറ്റേ ഫൈറ്റാനൊക്കെ കരാട്ടയിൽ ഉപയോഗിക്കുന്നതാണ് സാധനമാണ്. സോ ഇത് എത്ര വർഷമായിട്ട് ഇത് പഠിച്ചോണ്ടിരിക്കുന്നു? ഒരു 8 വർഷം. 8 വർഷമായിട്ടുണ്ട്. പേരെന്താണ്? കരുണസ് നമ്പ്യാർ. മോളുടെ ക്ഷണസ് നമ്പ്യാർ. അമ്മയെ പരിചയപ്പെടാം. ചഞ്ചുഷ എന്നാണ് പേര്. എന്ത് വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ് ആണോ? പ്രൊഫഷണൽ വൈസ് ഞാൻ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, ലീഗൽ അഡ്വൈസർ ആണ്. പക്ഷെ ഇപ്പൊ മക്കളെയൊക്കെ നോക്കി ഞങ്ങൾക്ക് ഒരു ലീഗൽ അഡ്വൈസറിന്റെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഈ കുട്ടി ഒരാൾ ഇടിച്ച് താഴെ ഇട്ടു, അതിന് വേണ്ടിട്ട് ഇപ്പൊ കേസും കൂട്ടമായിട്ട് വരും. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഈ നിൽക്കുന്ന സുന്ദരനായ ചേട്ടനെ പരിചയപ്പെടാം. എന്റെ പേര് ശരത് ചന്ദ്രൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു MNC ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ബാങ്കിങ് പ്രൊഫഷണലാണ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. യെസ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത്? 18 hours എന്ന് പറഞ്ഞ മൂവിയിലാണ്. പോലീസ് ഓഫീസറിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ റോളാണ്. അപ്പൊ അഭിനയൊക്കെ ഇഷ്ടമാണ്, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞാളോട്ട് ഇഷ്ടമാണ്. മോള് ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യും. പിന്നെ ഞാനൊന്ന് മോഡലുമാണ്. മോഡലിംഗും ഉണ്ട്. എന്തിന്റെ ഒക്കെ മോഡലാണ്? ഞാൻ ഒന്ന് കാലണ്ടർ മോഡൽ ചെയ്യുന്നു. ബോംബെ ക്യൂട്ടസ്റ്റ് കിഡ് ആയിട്ട് 2019. പിന്നെ ഞാനൊന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ ഒന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനൂപ് മെനൻ കൂടെ. പിന്നെ ഞാൻ ഒന്ന് ലെതർ ഫാഷൻ ഷോ റാംബോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തു. ഞങ്ങൾ ഇത്ര വലുതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ആ റാംബോക്ക് ഒന്ന് ഇവിടെ ചെയ്താലോ? നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മിയ ചേച്ചിയും കൂടി വിളിക്കാം അല്ലേ? മിയ ചേച്ചി വരൂ. ഡോണ് സീന് 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 മാന് 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 ഗോണ് 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 ഗുണ്ടാന കണ്ണാല കുത്താമ കുത്താല നീ ഒന്ന കണ്ടാലും പത്താതടി ரோஜா பூ தேகத்தால் ராஜானா சாஞ்சிட்ட முன்னே எங்கெத்து நிக்காதடி உருகுதே உங்க நான்மை பார்த்து மயங்குதே இந்த பாவைதான் தவிக்கிறே என்னை தாண்டி பார்க்க தடுக்குதே பெண்ணானந்தம் உருகுதே. ശരി, അപ്പൊ ഇനി എനിക്കൊരാഗ്രഹം, അതായത് ചേട്ടനും സിനിമ അഭിനയിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണല്ലോ. ചേട്ടന് നമ്മൾ ചെറിയൊരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് ഒരു സിനിമ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു റൊമാൻറ്റിക് സോങ് ഒക്കെ വരാം, അങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ ഒരു ഡാൻസ് നമ്പർ വരാം, എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ പാട്ട് വളരെ ആവശ്യമാണ് ഒരു സിനിമയിൽ. അപ്പൊ അങ്ങനെയാവുമ്പോൾ ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു പാട്ട് വരികയാണ്. ആ പാട്ട് നമ്മളിവിടെ പ്ലേ ചെയ്യും. അപ്പൊ ചേട്ടനും മീയയും കൂടിയാണ് അത് അഭിനയിക്കേണ്ടത്. ഞാനോ ഇവിടെ ഭാര്യ നിൽക്കുമ്പോഴോ? ഭാര്യന് നമ്മൾ ഇന്ന് ലീവ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ മമ്മൂട്ടി സാറിന്റെ ഫാനാണ്. ഡാൻസ് അധികം ചെയ്യാറില്ല. ഡാൻസ് വേണ്ട, പക്ഷെ മമ്മൂക്ക ഇടുന്ന പോലത്തെ ആ മനോഹരമായ ഭാവങ്ങൾ, എക്സ്പ്രഷൻ കിങ് ആണ് മമ്മൂക്ക. അത് ഞങ്ങൾക്ക് കിട്ടണം. അപ്പൊ ശരത്തേട്ടനും മീയയും തമ്മിലുള്ള ഒരു സോങ് സീക്വൻസ് റെഡി അല്ലേ മോളെ? റെഡി അല്ലേ മോളെ? ഇതൊക്കെ നോക്കി നിൽക്കാൻ ഭാര്യയും മക്കളും. വന്നേ. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ
ഒരു രാഗമേഘം താ കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ കരളിലെഴും ഒരു മൗനം രസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം രസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീഴ്ചയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിയായി പൂമാനമേ ഒരു രാഗമേഘം താ എനിക്കിതൊന്ന് കാണാനുള്ള ശക്തിയില്ലേ? ആള് ശരിക്കും പാടുന്നുണ്ടായിരുന്നു. എന്റെ അടുത്ത് തന്നെ നല്ല റിയൽ ആയിട്ട് തന്നെ പാടുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് ലിപ്പാനൊക്കെ മാത്രമല്ല ചെയ്തത്. അത് ശരി. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി അസൂയ ഉണ്ടായോ? അയ്യോ ഒന്നുമില്ല, 17 വർഷമായി, ഇനി ഒരു അസൂയയും ഇല്ല. 17 വർഷം, ഇനി ഒരു അസൂയമില്ല, ഒന്നുമില്ല. അപ്പൊ അടിപൊളിയായിരുന്നു, നന്നായിട്ട് ഉണ്ടായിരുന്നു, നല്ല, അതായത് നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും സൂപ്പർ ഫാമിലിയുടെ മത്സരത്തിലേക്ക് കടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.